നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാന്റെ കുടുംബത്തിന് കടം നൽകിയവരുടെ വിവരം ശേഖരിക്കാൻ പോലീസ്. നീക്കം കടബാധ്യതയുടെ ആഴം കണ്ടെത്താൻ. കാമുകി ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നുവെന്നും കണ്ടെത്തൽ. മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തി. കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരായ 24 മണിക്കൂർ തീരദേശ ഹർത്താൽ തുടങ്ങി. ഹർത്താൽ നടക്കുന്നത് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. പിന്തുണയുമായി LDF-ഉം UDF-ഉം സമുദായ സംഘടനകൾ. പിതൃസ്മരണയിൽ വിശ്വാസികൾ. സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ബലിതർപ്പണം നടന്നു. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മണപ്പുറത്ത് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത്. തൃശൂരിൽ മദ്യലഹരിയിൽ സുഹൃത്ത് പിടിച്ചു തള്ളി നിലത്ത് വീണ അധ്യാപകൻ മരിച്ചു. മരിച്ചത് പൂങ്കുന്നം സ്വദേശി അനിൽ. സുഹൃത്ത് രാജരാജൻ കസ്റ്റഡിയിൽ. സംഭവം രാത്രി സംഗീത അക്കാദമി പരിസരം. ശശി തരൂർ വിവാദങ്ങൾക്കിടെ UDF നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. പ്രതിപക്ഷ നേതാവിന്റെ മലയോര ജാഥയുടെ അവലോകനം നടക്കും. തീരദേശ ജാഥയുടെ സമയക്രമത്തിലും തീരുമാനം. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. പ്രശ്നപരിഹാരത്തിന് സ്വീകരിച്ച നടപടികൾ യോഗത്തിൽ വിലയിരുത്തും. വനം, റവന്യൂ, ധനകാര്യം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്ത്. ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് തോറ്റതോടെയാണ് ഇംഗ്ലണ്ട് പുറത്തായത്. 8 റൺസിനാണ് അഫ്ഗാന്റെ ജയം. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 326 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഇംഗ്ലണ്ട് 317 റൺസിന് പുറത്താവുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ ഓസീസിനോടാണ് ഇംഗ്ലണ്ട് തോറ്റത്. ജയത്തോടെ അഫ്ഗാനിസ്ഥാൻ സെമി പ്രതീക്ഷ സജീവമാണ്. ന്യൂമോണിയയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വൃക്കയുടെ പ്രശ്നങ്ങളിൽ കുറവെന്ന് വത്തിക്കാൻ അറിയിച്ചു. ശ്വാസകോശാണുബാധയിലും നേരിയ കുറവുണ്ട്. രക്തപരിശോധനാ ഫലങ്ങളിലും പുരോഗതിയെന്നും വത്തിക്കാൻ. മലപ്പുറം മൂത്തേടം ചോളമുണ്ടയിൽ കാട്ടാനക്കുഴിയിൽ വീണ് ചരിഞ്ഞു. വീട്ടിലെ ശുചിമുറി സെപ്റ്റിക് ടാങ്കിലാണ് ആന വീണത്. കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് ചരിഞ്ഞത്. മലപ്പുറം നിലമ്പൂർ മണ്ണുപാടത്ത് കാട്ടാനകൾ വീടിന്റെ ഗേറ്റ് തകർത്തു. മണ്ണുപാടം സ്വദേശി അബ്ദുറഹ്മാന്റെ വീടിന്റെ ഗേറ്റും മതിലുമാണ് തകർത്തത്. റബ്ബർ പാൽ ശേഖരിക്കുന്ന പീപ്പകൾ മറിച്ചിടുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. മലപ്പുറം എടക്കരയിൽ തേനീച്ചാക്രമണത്തിൽ 3 തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക്. ആയമ്പാടം സ്വദേശികളായ കാസിം, സഹോദരൻ കുഞ്ഞാലി, അബ്ബാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വെള്ളനാടിൽ 4ാം ക്ലാസ്സുകാരി കഴുത്തിൽ ഷാൾ കുടുങ്ങി മരിച്ച നിലയിൽ. മഹേഷ്, ശ്രീകുട്ടി ദമ്പതികളുടെ മകൾ ദീക്ഷിതയാണ് മരിച്ചത്. ദീക്ഷിതയുടേത് ആത്മഹത്യയാണെന്നാണ് പോലീസ് നിഗമനം. അതേസമയം കുട്ടിയെ അമ്മാവൻ കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛന്റെ കുടുംബം ആരോപിക്കുന്നു. പെട്രോളിൽ 20% എഥനോൾ ചേർക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നതെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് എസ് പുരി. നീതി ആയോഗിന് കീഴിൽ നിയോഗിച്ച സമിതി ഇത് പരിശോധിച്ച് വരികയാണെന്നും മന്ത്രി. അസമിൽ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരെ വേട്ട തുടർന്ന് തൃശൂർ റൂറൽ പോലീസ്. ഡി ഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടിയിൽ നിന്നും 19 ബോട്ടിൽ ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക മയക്കുമരുന്നുമായി ആസാം സ്വദേശി അസദുൾ ഇസ്ലാമിനെയാണ് പിടികൂടിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്നാണ് പിടികൂടിയത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ റെയിൽവേ സ്റ്റേഷൻ വഴി കടത്താൻ ശ്രമിച്ച 3.17 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി. ചെങ്ങന്നൂർ RPF-ഉം എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രതികളെ പിടികൂടുന്നതിനായി അന്വേഷണം ഊർജിതമാക്കി.
തൃശൂർ ചാലക്കുടിയിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ കഞ്ചാവ് വിതരണം നടത്തുന്ന ഒറീസ സ്വദേശി വസന്ത് ബോയിയെ പിടികൂടി. 1 കിലോഗ്രാം കഞ്ചാവ് സഹിതമാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രത്യേക റെയ്ഡിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. നടവരമ്പ് സ്വദേശി ദീപക്കാണ് പിടിയിലായത്. ലഹരിമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും തടയാനായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ മഴ നനയാത്ത കുടകൾ എന്ന പേരിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. എക്സൈസ് റേഞ്ച് ഓഫീസ് കുറ്റിപ്പുറവും വളാഞ്ചേരി നഗരസഭാ സ്വരാജ് ലൈബ്രറിയും സംയുക്തമായാണ് ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പൂവാറിൽ MDMAയുമായി 3 പേർ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളായ ശിവജി, സൗമ്യ, തൃശൂർ സ്വദേശി ഫവാസ് എന്നിവരെയാണ് പൂവാർ പോലീസ് പിടികൂടിയത്. പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി പരിശോധന ശക്തമാക്കി തൃശൂർ റൂറൽ പോലീസ്. കഴിഞ്ഞ 3 ദിവസമായി തൃശൂരിൽ നടന്നുവരുന്ന പരിശോധനയിൽ 28.82 കിലോഗ്രാം കഞ്ചാവും 17.67 ഗ്രാം MDMAയുമാണ് പിടികൂടിയത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വിഴിഞ്ഞം തെന്നൂർക്കോണം പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. സ്വിഫ്റ്റ് ബസ്സും മറ്റൊരു KSRTC ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മലപ്പുറം പുത്തനത്താണിയിൽ ബസ് മറിഞ്ഞ് 20 പേർക്ക് പരിക്ക്. കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തനത്താണി പുതിയ ഹൈവേയിലാണ് അപകടമുണ്ടായത്. ബസ് പൂർണ്ണമായും തകർന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മാന്നാർ ഇരമത്തൂർ ഭാഗത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു, 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നിത്തലയിൽ ജഗനാണ് മരിച്ചത്. മാന്നാർ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞ് തിരിച്ചു മടങ്ങും വഴിയാണ് അപകടം. MLA ഹോസ്റ്റൽ ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ 3 വർഷത്തിനു ശേഷം പ്രതി അറസ്റ്റിൽ. വയനാട് വൈത്തിരി സ്വദേശി ഹാരിസ് ആണ് അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് മ്യൂസിയം പോലീസ് പിടികൂടിയത്. കോഴിക്കോട് നടക്കാവ് മൊബൈൽ ഷോപ്പിന്റെയും കാലിക്കറ്റ് ബേക്കറിയുടെയും പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. കോഴിക്കോട് അത്തോളി ചീക്കിലോട് സ്വദേശി ആദർശ്, കാസർഗോഡ് സ്വദേശിയായ 16-കാരനെയുമാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ ദേവാലയത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി പ്രാഥമിക നിഗമനം. ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്നായിരുന്നു മോഷണം. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു. തൃശൂർ വിയൂരിൽ നിന്നും വെള്ളിയാഭരണങ്ങൾ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. 5 കിലോയിലധികം തൂക്കമുള്ള വെള്ളിയാഭരണങ്ങൾ മോഷണം ചെയ്ത G വേലൻ, സന്തോഷ് എന്നിവരെയാണ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. പുല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടിച്ചത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ മാലിന്യം ഉപേക്ഷിക്കാനെത്തിയയാളെ പിടികൂടി. പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. CPIM പ്രവർത്തകർക്ക് നേരെ കൊലവിളി പ്രസംഗവുമായി നിലമ്പൂർ മുൻ MLA PV അൻവർ. UDF പ്രവർത്തകർക്ക് നേരെയോ തനിക്ക് നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയടിച്ച് പൊട്ടിക്കുമെന്നായിരുന്നു അൻവർ ഭീഷണി മുഴക്കിയത്. മലപ്പുറം ചുങ്കത്തറയിൽ UDF നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു അൻവറിന്റെ കൊലവിളി പ്രസംഗം. പുതിയ പാർട്ടിക്ക് പിന്തുണ അഭ്യർത്ഥിച്ച PV അൻവർ പാലാ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തി. പാർട്ടിക്ക് എല്ലാവരുടെയും പിന്തുണ വേണമെന്നും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പാർട്ടിയാണിതെന്നും കാർഷിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സഭകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും PV അൻവർ പറഞ്ഞു.
കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്നു. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവറിനൊപ്പം കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു NDA മുന്നണി ഉപേക്ഷിക്കുന്നതായുള്ള പ്രഖ്യാപനം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ വേനൽ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 2 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. AITUC തൃശൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഫെബ്രുവരി 27 നടക്കുന്ന തീരദേശ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ ബഹുജന ഐക്യദാർഢ്യ സദസ്സ്. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക്. രാജ്യസഭാ MP സഞ്ജീവ് അറോറ പഞ്ചാബിലെ ലുധിയാന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അറോറയെ മത്സരിപ്പിക്കാൻ AAP നേതൃത്വം തീരുമാനിച്ചു. AAP MLA ഗുർപ്രീത് ഗോഗിയുടെ മരണത്തെ തുടർന്നാണ് ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിൽ ഒഴിവ് വന്നത്. അതേസമയം ആരോപണത്തെ AAP തള്ളി. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്ന ഹർജിയെ എതിർത്ത് കേന്ദ്ര സർക്കാർ. ആവശ്യം കാഠിന്യമേറിയതാണെന്നും നിലവിലെ 6 വർഷം അയോഗ്യത മതിയാവുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. അഭിഭാഷകനായ അശ്വിനി ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. മലപ്പുറത്ത് വൻ മയക്കുമരുന്ന് വേട്ട. കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂരിൽ നിന്നാണ് 544 ഗ്രാം MDMA-യും 875 ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടിയത്. മുതുവല്ലൂർ സ്വദേശി ആകാശാണ് പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച MDMA-യുമായി അറസ്റ്റിലായത്. പ്രതിയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് ലഹരി ശേഖരം പിടികൂടി. ബംഗളൂരുവിൽ നിന്നും എത്തിച്ച ലഹരി മരുന്ന് കേരളത്തിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം. മണപ്പുറത്തിന്റെ എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിന്റെ 15ാമത് നോവൽ ശുക്കർ പ്രകാശനം ചെയ്തു. ലെല്ല പബ്ലിക്കേഷൻസ് ആണ് പ്രസാദനം. നാട്ടിക ഫർക്ക ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ലെല്ല പബ്ലിക്കേഷൻസിന്റെ 16ാമത് വാർഷികാഘോഷ ചടങ്ങിൽ വെച്ചാണ് നോവൽ പ്രകാശനം ചെയ്തത്. ചടങ്ങ് ചലച്ചിത്ര സംവിധായകനും ഗുരുവായൂർ മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വികസന പദ്ധതികൾക്കായി നീക്കിവെച്ച ഭൂമി ഉപയോഗിക്കുന്നതിൽ നിന്ന് ഭൂവുടമയെ അനിശ്ചിതമായി തടയാനാവില്ലെന്ന് സുപ്രീം കോടതി. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. തൃശൂരിൽ പരിസ്ഥിതി വികസനവും വന്യജീവി ആക്രമണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സാഹിത്യ അക്കാദമി വൈരോപ്പള്ളി ഹാളിൽ വെൽഫെയർ പാർട്ടി ചർച്ചാ സംഗമം നടത്തി. പരിസ്ഥിതി, വന്യജീവി സംഘർഷം തുടങ്ങിയവയെക്കുറിച്ചുള്ള സാമൂഹ്യ ബോധങ്ങളിലും ഭരണനയങ്ങളിലും മാറ്റം അനിവാര്യമാണ് എന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. സർക്കാർ ഡോക്ടർക്കെതിരെ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം പോലീസിനെ അറിയിക്കാത്തതിന് എടുത്ത കേസിൽ വിചാരണ നടപടി സ്വീകരിക്കുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. റിപ്പോർട്ട് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമല്ലെന്ന കാരണത്താൽ കേസ് റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കി. വക്കാട് പ്രത്യേക കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ 2ാം പ്രതിയായ തൃശൂർ സ്വദേശി ഡോക്ടർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. പാലക്കാട് മലമക്കാവ് AUP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് കലാകാരൻ വിനോദ് വെള്ളാളൂർ മുഖ്യാതിഥി. പാലക്കാട് ആനക്കര മണയംപെരുമ്പലം വെങ്ങാട്ടിക്കര ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിരിയൊഴിച്ചിൽ, കുരുതി തർപ്പണം എന്നിവയോടെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബോയ്സ് ഹോസ്റ്റലിന് സമീപം തീപിടിച്ചു. ഹോസ്റ്റലിന് സമീപത്തെ പുൽമേട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് തീയണച്ചു. കാസർഗോഡ് തെങ്ങിൽ നിന്ന് വീണ് തൊഴിലാളി മരിച്ചു. വള്ളക്കാട് സ്വദേശി T ഗോപാലനാണ് മരിച്ചത്. ഗോപാലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. ഇരിങ്ങാലക്കുടയിൽ മലഞ്ചരക്ക് മോഷ്ടാവിനെ പിടികൂടി. മറ്റത്തൂർ സ്വദേശി സുരേഷാണ് പിടിയിലായത്. ഇയാൾ മോഷ്ടിച്ച 46 കിലോഗ്രാം കുരുമുളകും 20 കിലോഗ്രാം കൊട്ടടക്കയും ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി.
കാസർഗോഡ് ചേലോട് ചെമ്മനാട് പദ്ധതിയിൽ പഞ്ചായത്തുമായി കൈകോർത്ത് ജർമ്മൻ സംഘം. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാതിൽപ്പടി മാലിന്യ ശേഖരണം, സംസ്കരണം, മാലിന്യത്തിന്റെ ഗുണനിലവാരം, റീസൈക്ലിംഗ് തുടങ്ങിയവ പഠിക്കുന്നതിന് വേണ്ടിയാണ് ജർമ്മൻ സംഘം സഹായിക്കുന്നത്. തിരഞ്ഞെടുത്ത വാർഡുകളിൽ പഠനത്തോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിശീലനവും നൽകും. തൃശൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി തീപ്പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന ആവശ്യവുമായാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം 3 കൂടിയ സെന്ററിൽ സമാപിച്ചു. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്റർ രജിസ്ട്രേഷൻ ക്യാമ്പ് ഫെബ്രുവരി 28-ന് കഴക്കൂട്ടം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടക്കുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കുറഞ്ഞത് +2 യോഗ്യതയുള്ളവർക്കും ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള കഴക്കൂട്ടത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തൃശൂർ ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ 2 മാസമായി നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിക്ക് സമാപനം. സമാപന സമ്മേളനം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വലിയകുന്ന് HLP സ്കൂളിൽ 114-ാം വാർഷികാഘോഷം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം AP സഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ P ഷാജു മുഖ്യാതിഥിയായി. നാട്ടിൽ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി കൃഷി രൂപപ്പെടുത്താൻ കഴിയണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ നടക്കുന്ന പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന് മുന്നോടിയായി അമൃതഭോജനം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്താൽ ആശുപത്രികളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം കപ്പൂർ ഗ്രാമപഞ്ചായത്ത് തല അംഗനവാടികളുടെ കലാമേള നടന്നു. കലാമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ പഞ്ചായത്തിലെ 33 അംഗനവാടികളിൽ നിന്നായി 370-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. 1500-ലധികം പേർക്ക് ഉച്ചഭക്ഷണവും ഒരുക്കി. തിരുവനന്തപുരം നെടുമങ്ങാട് VK കാണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബഹുനില സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സ്റ്റീഫൻ MLA അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ 13 ദിവസത്തേക്ക് ഗതാഗതം നിരോധിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന അമൃത് ഭാരത് പദ്ധതി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം. ബീച്ച് റോഡിലെ ലെവൽ ക്രോസ് 70-ന് സമീപം പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനാലാണ് ഫെബ്രുവരി 28 മുതൽ മാർച്ച് 10 വരെ ഗതാഗതം നിരോധിച്ചത്. തൃശൂർ പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് മുന്നോടിയായിട്ടുള്ള 9 ചൊവ്വാഴ്ച ആചരണം ആരംഭിച്ചു. പാട്ടുകുർബാനയ്ക്ക് പഴുവിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ഇനി വരുന്ന 8 ചൊവ്വാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ആലപ്പുഴ കടക്കരപ്പള്ളി, പള്ളിപ്പുറം, എഴുപുന്ന, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തുകളിൽ ജലവിതരണം മുടങ്ങുമെന്ന് അറിയിപ്പ്. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ ഫെബ്രുവരി 28 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ മാർച്ച് 1 ശനിയാഴ്ച വരെയും, പള്ളിപ്പുറം പഞ്ചായത്തിൽ മാർച്ച് 1 ശനിയാഴ്ച രാവിലെ മുതൽ മാർച്ച് 2 ഞായറാഴ്ച വരെയും ജലവിതരണം മുടങ്ങും. വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്ന ലൈനിൽ വാൽവുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം മുടങ്ങുന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നു. +2 അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യതയും 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം മാർച്ച് 15-ാം തീയതിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 18-ാം വാർഡ് പരിധിയിലുള്ള യോഗ്യരായ വനിതകളിൽ നിന്നും അംഗനവാടി കം ഫ്രഷ് ഹെൽപ്പർമാരുടെ സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SLC ആണ്. അപേക്ഷകർക്ക് 2025 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകേണ്ടതും 35 വയസ്സ് കവിയാൻ പാടില്ലാത്തതും. അപേക്ഷകൾ മാർച്ച് 2-ന് മുമ്പായി നൽകും.
ദുബായിൽ ഈ വർഷം കെട്ടിട സേവന നിരക്കുകൾ 10% വരെ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. നിലവിൽ ഏറ്റവും ഉയർന്ന പ്രോപ്പർട്ടി സേവന നിരക്കുകൾ ജുമേറ ബേ ഐലൻഡിലെ ബൾഗാരി റിസോർട്ടുകളിലും താമസ സ്ഥലങ്ങളിലുമാണ്. ചതുരശ്ര അടിക്ക് 53.7 ദിർഹമാണ് നൽകേണ്ടി വരിക. സേവന നിരക്ക് ഉപഭോക്താക്കളെ ബാധിക്കുക കെട്ടിട വാടക വർധനവിലൂടെ. ദുബായിൽ സൗജന്യ വൈഫൈ സേവനം ഏർപ്പെടുത്തി RTA. സലാത്തുമായി സഹകരിച്ച് 17 ബസ് സ്റ്റേഷനുകളിലും 12 മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലുമാണ് സൗകര്യമൊരുക്കിയത്. ബാക്കിയുള്ള സ്റ്റേഷനുകളിൽ ഈ വർഷം പകുതിയോടെ വൈഫൈ സ്ഥാപിക്കുന്നതും പൂർത്തിയാക്കും. ഷവോമിയുടെ പുതിയ പതിപ്പായ ഷവോമി 15 അൾട്ര വ്യാഴാഴ്ച ചൈനയിൽ അവതരിപ്പിക്കും. 15 അൾട്രയുടെ ഔദ്യോഗിക ചിത്രങ്ങളും മറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. ക്യാമറ സജ്ജീകരണത്തിൽ 4 സെൻസറുകളും ഒരു LED ഫ്ലാഷ് സ്ട്രിപ്പും ഉൾപ്പെടും. ആൻഡ്രോയിഡ് 15 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 16 GB റാം, 8 A-Lite പ്രൊസസ്സർ എന്നിവയാണ് ഫോണിന്റെ മറ്റ് പ്രത്യേകതകൾ. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.